ബിജെപിയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇനി അധികം ദൂരെയല്ല. ഫെഡറൽ സ്വഭാവത്തിൽ നിന്നും ഇന്ത്യ വ്യതിചലിക്കുമോ? അധികാരത്തിലേറുമ്പോൾ മുതൽ ബിജെപിയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. 2014 അധികാരത്തിലേറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ബിജെപി പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി തന്നെ ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അധികം ദൂരെയല്ല എന്നതിൻ്റെ സൂചനകളും നൽകി. ഇന്നിപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രാംനാഥ് കോവിന്ദ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുമ്പോൾ നമ്മൾ വളരെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇന്ത്യക്ക് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അടുത്ത ശീതകാല സമ്മേളനത്തിൽ ഈ ബിൽ കൊണ്ടുവരും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജിഷ്ണു, നമ്മളെപ്പോഴും അഭിമാനം കൊള്ളുന്നത് ഇന്ത്യയുടെ വൈവിധ്യത്തിലാണ്, നാനാത്വത്തിലാണ്. ഈ വൈവിധ്യവും നാനാത്വവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം അതിൻ്റെതായ പ്രത്യേകതകൾ കൂടി അതിൽ എംബെഡഡ് ആണ്. പക്ഷേ അതൊന്നുമില്ലാതെ ഒരു ഏകത്വം അല്ലെങ്കിൽ ഏകശിലാ തത്വം എന്നെപ്പോഴും നമ്മൾ BJP കുറിച്ചും RSSനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഒന്നിലേക്ക് നമ്മൾ അടുക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയായി ചെലവുകളൊക്കെയാണ് പറയുന്നത്. 5 വർഷത്തിലൊരിക്കൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കം നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായും വലിയ പണച്ചെലവുള്ളൊരു കാര്യം തന്നെയാണ്. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ നീക്കിയിരിപ്പ് അതിലേക്ക് പോകുന്നതും അത്ര നല്ലതല്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഈ നാനാത്വം, വൈവിധ്യം എന്നൊക്കെ പറയുന്ന നമ്മളേറെ സെലിബ്രേറ്റ് ചെയ്ത ഗുണങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലാകുമോ ഒരു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യയെ കൂട്ടിക്കെട്ടുമ്പോൾ സംഭവിക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് അവരുടെ പ്രധാനപ്പെട്ട പരിപാടികളുടെ എല്ലാം ഈ പറയുന്ന പോലെ ടാഗ് ലൈൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം വണ്ണസിലേക്ക്, ഒരു ഏകാത്മക സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു വൈകാരികമായ ഒരു നീക്കം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രചാരണം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. 1 നേഷൻ 1 പെൻഷൻ, 1 നേഷൻ 1 റേഷൻ കാർഡ്, 1 നേഷൻ 1 ടാക്സ്, ഇതൊക്കെ നേരത്തെ തന്നെ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. അതുപോലെ തന്നെ പുതിയൊരു മുദ്രാവാക്യം കൂടിയാണ് ഈ പറയുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി എന്താ പറയുക, ഈ ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിൽ ഒരു കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ള ഒരു കാര്യമാണ്. അതായത് പഞ്ചായത്ത് തലം മുതൽ പാർലമെൻ്ററി തലം വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും ഏകീകരിക്കുക എന്ന് പറയുന്നിടത്ത് വളരെ ലോക്കലായ ഇഷ്യൂകൾ ചർച്ച ചെയ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പുകളും നമ്മുടെ രാജ്യത്തുണ്ട്. ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പോലെയുള്ള അത്തരത്തിലുള്ള ലോക്കലായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് മാത്രമല്ല, ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ പോലെ അല്ലെ BJPയെ പോലെയുള്ള ഗ്രാൻഡ് ഓൾഡ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സൗകര്യപ്രദമാണ്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് അത് സൗകര്യപ്രദമല്ല എങ്കിൽ കൂടി മെജോറിറ്റിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൗകര്യമാണ്. ഒരൊറ്റ അജണ്ട ഫിക്സ് ചെയ്യുന്നു, ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, ഒരൊറ്റ മെഷീനറിയായി രാജ്യത്തെ അവരുടെ എല്ലാ പാർട്ടി മെഷീനറിയും ഒരുമിച്ച് നിൽക്കുന്നു, ഒരൊറ്റ പ്രചാരണം, അതിലൂടെ ഭരണം പിടിക്കുന്നു. ഇവിടെ അതായത് പാർലമെൻറ്റ് മുതൽ പഞ്ചായത്ത് തലം വരെയുള്ള ഭരണം ഒരുമിച്ച് പിടിക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ളൊരു പോസിറ്റീവ് സൈഡ് അവിടെ ഉണ്ട് എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഒന്ന്, ടെക്നിക്കലി സാങ്കേതികമായി ഇത് ആവുമോ എന്നുള്ള ചോദ്യം. അതായത് ലോക്സഭയിൽ ഇത് പാസ്സാക്കി എടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതായത് നമ്മൾ 2029 മുതലാണ് ഇത് പ്രാവർത്തികമാവുക എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ 2029 എല്ലാ നിയമസഭകളും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. അതായത് ടെന്യൂർ അവസാനിക്കാത്ത, അതായത് കാലാവധി അവസാനിക്കാത്ത നിയമസഭകൾ കൂടി ആ സമയത്ത് പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായ ഒരു കാര്യമാണ്. അതെങ്ങനെ നടത്താൻ സാധിക്കുമെന്ന ചോദ്യമുണ്ട്. അതായത് അങ്ങനെയൊന്നും ഒരു കേന്ദ്ര സർക്കാരിന്, ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ സാധിക്കില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവിടെ 5ഓളം ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഭേദഗതി വരുത്തേണ്ടതുണ്ട്. അതായത് പാർലമെൻറ്റിൻ്റെ കാലാവധി സംബന്ധിച്ച അനുച്ഛേദം 83, രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 85, സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 172, സംസ്ഥാന നിയമസഭകൾ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 174, സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 356 എന്നിങ്ങനെ 5 അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വരും. പുതിയ അനുച്ഛേദങ്ങൾ ചേർക്കേണ്ടി വരും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഭരണഘടന മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് 3/2 ഭൂരിപക്ഷം ഉണ്ടാകണം. അത് നിലവിൽ BJPക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റ് കക്ഷികളുടെ കൂടി സഹായവും സഹകരണവും ആവശ്യമാണ്.
അതായത് BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ പാർട്ടികളും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രാദേശിക കക്ഷികളാണ്, ദേശീയ രാഷ്ട്രീയ പാർട്ടികളല്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ഒരു നിയമം പാസ്സാക്കാൻ BJPക്ക് ഒപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ആരൊക്കെയാണ് BJPയുടെ ഏറ്റവും അടുത്ത ഘടക കക്ഷികൾ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. JD-യും TDP-യും ഇവർ രണ്ടുപേരും അതാത് സംസ്ഥാനങ്ങളിലെ കായിക ബലം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ ഒരു ശേഷി കൊണ്ടും മാത്രം പിടിച്ചു നിൽക്കുന്ന, അവർക്ക് കേന്ദ്രത്തിൽ പോലും ആ സ്വാധീനം കിട്ടുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇത് ഏറ്റവും ഒരു ലിറ്റ്മസ് ടെസ്റ്റായി വരുന്നത് ആ തരത്തിലാണ്. TDP-യെ പോലെ, JDS-നെ പോലെ, അല്ലെങ്കിൽ കേരളത്തിൽ CPM-നെ പോലെ, ഇതുപോലെയുള്ള YSR കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ എങ്ങനെയാണ് ഈ വണ്ണസിലേക്ക് അലിഞ്ഞു ചേരുക? അവർക്ക് അതിന് സാധ്യമാവുമോ? അവരുടെ നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യില്ലേ? അതെ, തീർച്ചയായും. അതായത് TDP-യും JD-യും ഇതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും ഇത്തരത്തിലൊരു തീരുമാനത്തിന് തയ്യാറാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് TDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ തെലങ്കാന എന്ന വികാരത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. JD-യുവിന് അപ്പുറത്തേക്ക്, അതായത് JD-യുവിന് ബീഹാറിൽ പ്രത്യേകമായ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടി ഇപ്പുറത്ത് ഇതൊരു തെലങ്കാന എന്ന് പറയുന്ന ആ തെലങ്കാന സമരത്തിൻ്റെ ഒക്കെ പശ്ചാത്തലവും ഇപ്പോഴും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഒക്കെ ചരിത്രവും അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത്. അത് നമ്മൾ ഈ ബഡ്ജറ്റിൽ പോലും കണ്ടതാണ്, അവരെങ്ങനെയാണ് അത് ചോദിച്ചു വാങ്ങിയത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ പ്രാദേശികമായ വികാരത്തിൽ നിലനിൽക്കുന്ന TDP ഇവർക്കൊപ്പം നിൽക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റ് 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 3 ചോദ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ചെലവ് ചുരുക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെലവ് ചുരുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതായത് ഈ പറയുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതുകൊണ്ട് ചെലവ് ചുരുക്കാൻ സാധിക്കുമോ? ഇപ്പം നിലവിൽ ഈ പറയുന്ന സർക്കാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കൃത്യമായ കണക്കുകൾ, ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ എത്ര രൂപ ചിലവാകുമെന്ന കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഒരു ഏകദേശ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത്. അതിങ്ങനെയാണ്. അതായത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ ഏകദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചിലവ് വരുന്നത് 5000 കോടി രൂപയാണ്. ഒരു വലിയ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ വരുന്ന ചിലവ് 500 കോടിയാണ്. ഇത് ചേർത്ത് ഇതൊറ്റ തിരഞ്ഞെടുപ്പാക്കി മാറ്റുകയാണെങ്കിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഒരു സിറ്റിസണിന്, അതായത് ഒരു വോട്ടർക്ക് ലഭിക്കാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് 50 രൂപയാണ് എന്നാണ് കണക്ക്. അതായത് ഒരു വോട്ടർക്ക് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തിയാൽ കിട്ടുന്ന ലാഭം 50 രൂപയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം ഏറ്റവും അധികം കള്ളപ്പണം വേട്ട അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് നടക്കുന്ന ഒരു സമയം കൂടിയാണ് തിരഞ്ഞെടുപ്പ്. ആ തരത്തിലുള്ള ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം എത്രത്തോളം കള്ളപ്പണം ആ സമയത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ എത്ര കള്ളപ്പണം ഒഴുകുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല. അപ്പോൾ ഒരു കണക്കുമില്ലാത്തൊരു സംവിധാനത്തിൻ്റെ ചിലവാണ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് മാത്രമല്ല, ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മാത്രമായി മാറുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുഴുവൻ ഫണ്ടും മുഴുവൻ മാൻ പവറും എല്ലാം ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചെയ്യാൻ ശ്രമിക്കും, പമ്പ് ചെയ്യാൻ ശ്രമിക്കും. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ചെലവ് കൂടാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഇതേപോലെ ഈ കണക്കുകൾ ഏതാണ്ട് ഇവർ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു ചെലവാണ് ഈ കൂട്ടത്തിൽ. എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചെലവ് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റേ പോസ്റ്റർ അടിക്കുന്നതോ അല്ലെങ്കിൽ പ്രചാരണം നടത്തുന്നതോ ഒക്കെയാണ്. അത് പാർട്ടികളുടെ ചെലവാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചെലവെന്ന് പറയുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ചെലവാണ്. ഇങ്ങനെ ഇത്രയധികം തോതിൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാം, അതിനടുത്ത തെരഞ്ഞെടുപ്പിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരേ സമയം ഈ രാജ്യത്തെ ഇത്രയധികം, അതായത് 100 കോടിക്ക് മുകളിൽ വരുന്ന ജനസംഖ്യയുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയേറെ പേർക്ക് ഒരേ സമയം ഒരു വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരണമെങ്കിൽ എത്രയായിരിക്കും ചിലവ്? അത് ഓരോ 15 വർഷത്തിലും 10,000 കോടി രൂപ വെച്ച് ഇങ്ങനെ ഒരു ഒറ്റ ഇലക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ അത്രയും വേണ്ടി വരും. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണക്കാണ്. അത്രയും വലിയൊരു സംഖ്യ 15 വർഷം കൂടുമ്പോൾ അഫോർഡ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ സാമൂഹിക സൗഹാർദ്ദത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കുമൊക്കെ ഇങ്ങനെ തുടരെ തെരഞ്ഞെടുപ്പ് വരുന്നത് തിരിച്ചടിയാണെന്നാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞത്. ഇതിപ്പോൾ ഒറ്റയടിക്ക് നടത്തിയാൽ ഈ സാമുദായിക സൗഹാർദ്ദമോ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിപ്പെടലോ ഒക്കെ നടക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതെങ്ങനെ ഇന്ത്യ പോലൊരു രാജ്യത്ത് അതെങ്ങനെ നടത്തും? മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് അറിയാം ഇത് ഒറ്റ തെരഞ്ഞെടുപ്പാണ് പലപ്പോഴും നടക്കുന്നത്. അതൊരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി നമ്മളും ആ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലേക്ക്, ആ തരത്തിലുള്ള ഒരു ദിശയിലേക്കാണോ ഇന്ത്യയുടെ യാത്ര എന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് വളരെ കാര്യമായ പഠനങ്ങൾ നടത്തുന്നവർ പറയുന്നുണ്ട്.
അതെ, തീർച്ചയായും. അത് മാത്രമല്ല, എനിക്കിതിൽ മൂന്നാമതായി ഉയർന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതായത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണോ ഈ തീരുമാനം എന്ന ചോദ്യമുണ്ട്. അത് നമ്മൾ തുടങ്ങിയത് അത് പറഞ്ഞുകൊണ്ടാണ്. അതായത് പൊളിറ്റിക്കലി എങ്ങനെയാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇത് സഹായിക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ BJPക്ക് മുന്നിലുണ്ട്. അതായത് നോക്കൂ, ഈ പൊളിറ്റിക്കലി ഇത് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ എന്താ പറയുക, ഉപകരിക്കുന്ന തരത്തിലാണ് ഈ നിയമം വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 1960 വരെയുള്ള ഇത്തരത്തിൽ നടത്തിയ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും ഉൾപ്പെടെ പലപ്പോഴായി ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അത് എപ്പോഴും ഭരണത്തിലിരിക്കുന്ന മെജോറിറ്റി കൈവശമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പിന്നീട് നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ കുറേ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതായത് ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞ് പിന്നീട് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് നടക്കേണ്ടത് 2029-ലാണ്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയുടെ ആദ്യ സിറ്റിംഗ് നടക്കുന്ന ദിവസം ഈ പറയുന്ന ആ സമയത്ത് ഭരണത്തിൽ ഇരിക്കുന്ന സംസ്ഥാന നിയമസഭകളുടെയും ആദ്യ ദിവസം അന്നായിരിക്കും. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടെന്യൂർ അവസാനിക്കുമ്പോൾ, പാർലമെൻറ്റിൻ്റെ ടെന്യൂർ അവസാനിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ പറയുന്ന നിയമസഭയുടെ ടെന്യൂർ അവസാനിക്കും. അത് മാത്രമല്ല, അവിടെ നമ്മൾ വിചാരിക്കും അവിടെ ആ പ്രശ്നം അവസാനിക്കുന്നു. ഇല്ല, ഏതെങ്കിലും അവസരത്തിൽ തൂക്കുമന്ത്രിസഭ വരികയാണെങ്കിൽ, ഒരു തൂക്കുമന്ത്രിസഭ വരുന്നു, ചിലപ്പോൾ അത് രാജിവെക്കേണ്ടി വരുന്നു, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമസഭ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെ മാത്രമേ സാധുതയുണ്ടാകൂ. അതെ, എപ്പോഴായാലും. അപ്പോൾ ചോദ്യം ഇതാണ്. അതായത് ഇപ്പം ആലോചിച്ച് നോക്കൂ, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം എങ്ങനെയാണ് ഇളകി മറിഞ്ഞെന്ന് നമുക്കറിയാം. എത്ര തവണ പുതിയ സർക്കാർ അധികാരമേറ്റു, ഈ പറയുന്ന പിന്തുണ പിൻവലിക്കപ്പെടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഈ പറയുന്ന NCPയെ പിളർത്തിയും അതുപോലെ ശിവസേന പിളർത്തിയും വന്നൊരു വിഭാഗമാണ് നരേന്ദ്രമോദിക്കൊപ്പം ഉള്ളത്. ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മറച്ചിലുണ്ടാകാൻ സാധ്യതയില്ലേ? ഇത്തരത്തിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാമുള്ള, ഇപ്പോൾ ബീഹാറിൽ JDUവും അല്ലെങ്കിൽ തെലങ്കാനയിൽ TDPയും ആണെങ്കിൽ, ഇപ്പുറത്ത് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഈ ഷിൻഡെ വിഭാഗവും അതുപോലെ NCPയിൽ അജിത് പവാർ വിഭാഗവും ഈ പറഞ്ഞതുപോലെ BJPക്കൊപ്പമാണ്. അവർക്കും ഈ പറഞ്ഞ എല്ലാ ആൻസൈറ്റിയും ഉണ്ട് ഈ നിയമം വരുന്നതിൽ. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ ഇത് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഭരണഘടന അനുച്ഛേദങ്ങൾ മാറ്റുക, ഭരണഘടന മാറ്റുക എന്ന് പറയുന്നത് നിലവിലെ മാൻഡേറ്റ് അനുസരിച്ച് BJPക്ക് അത്ര എളുപ്പമല്ല. BJPക്ക് വൈകാരികമായ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നതിനപ്പുറം മറ്റെന്തെങ്കിലും നടത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വളരെ വളരെ സംശയമാണ്. അത് സംഭവിച്ചാൽ മാത്രം സംഭവിച്ചു എന്ന് പറയാം. ഒരു അസ്വാഭാവികമായ ഒരു കാര്യം കൂടി ഒരു പക്ഷെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ രാംനാഥ് കോവിന്ദ്, അദ്ദേഹം മുൻ രാഷ്ട്രപതിയാണ്. നമ്മൾ മുൻ രാഷ്ട്രപതിമാരെ നമ്മൾ കണ്ടിരിക്കുന്നത് അവർ പിന്നീട് അവരുടെ ടെന്യൂർ കഴിയുമ്പോൾ അവർ കടക്കുന്നത് മറ്റൊരു സാങ്ക്ടിറ്റി ഉള്ളൊരു സ്പേസിലേക്കാണ്. അവിടെ ഒരു പരിശുദ്ധിയുള്ള സ്പേസാണ്, രാഷ്ട്രീയവുമായി ബന്ധമില്ലാതെയാണ് പിന്നീടുള്ള അവരുടെ കാലം പിന്നീട് അവർ കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുൻ രാഷ്ട്രപതി അധ്യക്ഷനായ ഒരു സമിതി, ആ സമിതിക്ക് മുന്നിൽ എങ്ങനെയാണ് ഇപ്പോൾ സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനം ഏതെങ്കിലും കക്ഷികൾ നടത്തുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കമ്മിറ്റിയിൽ അമിത്ഷായും ഗുലാം നബി ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതാണ്. അപ്പൊ അത് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രയും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തും? ഒരു സർക്കാർ കാലാവധി പൂർത്തിയാക്കാതെ വന്നാൽ എന്തു ചെയ്യും? ഇത്രയധികം ഭരണഘടനാ ഭേദഗതി ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ സമയത്ത്, ഇപ്പോൾ NDA സർക്കാർ ഉള്ളതുപോലൊരു സമയത്ത് എങ്ങനെയൊക്കെ നടപ്പാക്കും? ഇത്രയും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വികാരം ഉണ്ടാക്കുന്നത് ഒരു ദേശീയ വികാരം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് എത്ര കണ്ട് പ്രായോഗികമാണെന്ന് അറിയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ രണ്ടാം NDA സർക്കാരിലാണോ അല്ലെങ്കിൽ ഒന്നാം NDA സർക്കാരിലോ രണ്ടാം NDA സർക്കാരിലോ ഒരുപക്ഷെ ഇത് സാധ്യമായേനെ. പക്ഷേ ഈ മൂന്നാം സർക്കാരിൽ എത്ര കണ്ട് 100 ദിവസം പിന്നിടുമ്പോൾ ഒരു സ്വപ്ന പദ്ധതി എന്ന പോലെയാണ് ഈ 100 ദിവസം പിന്നിടുന്ന കൃത്യം സമയത്ത് ഇതിപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾക്കും അപ്പുറം അങ്ങനെ ഒരു ഏകീകരണത്തിലേക്ക് BJP സർക്കാരിന് കടക്കാൻ കഴിയുമോ, NDA സർക്കാരിന് കടക്കാൻ കഴിയുമോ? അതിനുള്ള പിന്തുണ പ്രാദേശിക കക്ഷികൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ വലിയ ശക്തിയുള്ള ഒരു മുന്നണി എന്ന നിലയ്ക്ക് ഈ NDA സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഏകീകരണത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്നതും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. ICL Finco, the intelligent choice.